Hello everyone, welcome to my channel. Today I am going to discuss regarding OET reading part B, continuation of how to deal a purpose based question. Let's start. Previous two വീഡിയോസിലും purpose based ക്വസ്റ്റിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അതിന് മറ്റൊരു എക്സാമ്പിളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The purpose of these notes about an incinerator is to. അപ്പോൾ ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ആൻസർ ഓപ്ഷൻ കൂട്ടി വായിക്കുക. The purpose of these notes about an incinerator is to help maximize its efficiency. അപ്പോൾ എ ഓപ്ഷൻ പറയുന്നത് എന്താണ്? ഈ ഇൻസിനറേറ്ററിൻ്റെ ഈ നോട്ട്സിൽ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത്. Answer option B. The purpose of these notes about an incinerator is to give guidance on certain safety procedures. അപ്പം പറഞ്ഞത് ചില സേഫ്റ്റി പ്രൊസീജിയേഴ്സിന് ഗൈഡൻസ് നൽകുന്നു എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി. റെക്കമെൻഡ് എ പ്രൊസീജിയർ ഫോർ വേസ്റ്റ് സെപ്പറേഷൻ. വേസ്റ്റ് സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയർ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും നല്ല കോൺസെൻട്രേഷനിലായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ എബൌട്ട് ആൻ ഇൻസിനറേറ്റർ എന്നല്ലേ ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം എബൌട്ടിന് ശേഷം വരുന്ന വേർഡിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളുടെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഇൻസിനറേറ്ററിനെ പറ്റി പറയുന്നതിൻ്റെ പേർപ്പസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരമായിട്ടൊരു ബി പി അപ്പാരറ്റസ് എന്നാണെങ്കിലോ, എബൌട്ട് ബി പി അപ്പാരറ്റസ് എന്നാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കണം? ബി പി അപ്പാരറ്റസിലായിരിക്കണം. അപ്പം എബൌട്ടിന് ശേഷമുള്ള വേർഡിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഹെഡിങ് വായിക്കുന്നു. ലോ കോസ്റ്റ് ഇൻസിനറേറ്റർ ജനറൽ ഓപ്പറേറ്റിംഗ് നോട്ട്സ്. സബ് ഹെഡിങ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് സച്ച് ആസ് പ്ലാസ്റ്റിക്, പേപ്പർ, കാർഡ് ആൻഡ് ഡ്രൈ ടെക്സ്റ്റൈൽ വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. ഇവിടെ പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് ഉള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള, അതിന് എക്സാമ്പിൾ പറയുകയാണ് പ്ലാസ്റ്റിക്, പേപ്പർ, കാർഡ്, ഡ്രൈ ടെക്സ്റ്റൈൽ. ഇവയെല്ലാം എന്തിനു സഹായിക്കുന്നുവെന്ന്? ഇൻസിനറേഷൻ്റെ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. If possible, a good mix of waste material should be added with each batch. എന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ ഒരു ഗുഡ് മിക്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ ഓരോ ബാച്ചിലും ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്? നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻസിനറേഷൻ്റെ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനുള്ള കാര്യങ്ങളാണ് താഴോട്ട് പറയുന്നത്. അപ്പോൾ ടോപ്പിക്കിൽ ഫസ്റ്റ് നമ്മുടെ ഒരു പാരഗ്രാഫിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ടോപ്പിക് സെൻറ്റൻസ്, അത് കഴിഞ്ഞ് വരുന്നത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന സെൻറ്റൻസ്, പിന്നെ താഴോട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആഡിങ് ഡീറ്റെയിൽസ് ആണ്. അതിനെ എങ്ങനെയൊക്കെയാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഓരോ എക്സാമ്പിളുകൾ പറയുകയും അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും താഴോട്ട് ആഡിങ് ഡീറ്റെയിൽസ് ആയിരിക്കും താഴോട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് സച്ച് ആസ് പ്ലാസ്റ്റിക്, പേപ്പർ, കാർഡ് ആൻഡ് ഡ്രൈ ടെക്സ്റ്റൈൽസ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. അപ്പം ഈ ടോപ്പിക് സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻസിനറേറ്ററിൻ്റെ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്ന് മനസ്സിലായി. അതിനുള്ള ഒരു കാര്യമാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗുഡ് മിക്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. അതായത് മിക്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ ഓരോ ബാച്ചിലും ആഡ് ചെയ്യുക. അടുത്തത് പറയുന്നുണ്ട്, ദിസ് ക്യാൻ ബി ബെസ്റ്റ് അച്ചീവ്ഡ് ബൈ ഹാവിങ് എ വേരിയസ് ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ലോഡഡ് ഇൻ ടു എ സെപ്പറേറ്റ് ബാഗ് അറ്റ് എ സോഴ്സ്. ഇതെങ്ങനെയാണ് അതായത് ഇൻസിനറേഷൻ്റെ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ. വേരിയസ് ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ലോഡഡ് ഇൻ ടു സെപ്പറേറ്റ് ബാഗിൽ നമ്മൾ വേരിയസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആഡ് ചെയ്യുക. എവിടെ വെച്ച്? അറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പം നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമ്മൾ വേരിയസ് വേസ്റ്റ് മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാഗുകളിൽ ആക്കുക. വാർഡ്സ് ആൻഡ് ലബോറട്ടറീസ് ആൻഡ് ക്ലിയർലി ലേബിൾഡ്. അപ്പം വാർഡിൽ നിന്നുള്ളതായാലും ലബോറട്ടറിയിൽ നിന്നുള്ളതായാലും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ലേബൽ ചെയ്യുക. It is not recommended that the operator sorts and mixes waste prior to the incineration as this potentially hazardous. ഇവിടെ പറയുന്നത്
ഇതെന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യലി ഹസാർഡിയസ് ആയിട്ടുള്ള ഇൻസിനറേഷൻ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലി ഹസാർഡിയസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് അവർ ഓപ്പറേറ്റർ മിക്സ് ചെയ്യുന്നത് ഇൻസിനറേഷന് മുമ്പായിട്ട് ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻസിനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഓപ്പറേറ്റർ ഇത് മിക്സ് ചെയ്യുന്നതിന് അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് ഈ ഓപ്പറേറ്റർ ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. If possible, some plastic material should be added with each batch of waste as this burn high temperature. ഇനി അടുത്ത ഒരു രീതി ആണ് പറയുന്നത്, if possible, കഴിയുമെങ്കിൽ സം പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ് വിത്ത് ഈച്ച് ബാച്ച്. ഓരോ ബാച്ചിലും നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ആഡ് ചെയ്യുക. പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആഡഡ് വിത്ത് ഈച്ച് ബാച്ച് ഓഫ് വേസ്റ്റ് ആസ് ദിസ് ബേൺസ് ദ ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഇവർ പറയുന്നത് ഓരോ ബാച്ചിലും നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്യുക. അതുമൂലം നമുക്ക് എങ്ങനെയാണ് ഇൻസിനറേറ്ററിൻ്റെ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഹൗവർ കെയർ ആൻഡ് ജഡ്ജ്മെൻറ്റ് വിൽ ബി നീഡഡ്. എന്നിരുന്നാലും നമുക്ക് കെയറും ജഡ്ജ്മെൻറ്റും ഒക്കെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ടു മച്ച് പ്ലാസ്റ്റിക് വിൽ ക്രിയേറ്റ് എ ഡെൻസ് ഡാർക്ക് സ്മോക്ക്. നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആഡ് ചെയ്യാൻ പറഞ്ഞു, അത് കൂടി പോയി കഴിഞ്ഞാൽ അത് ഡെൻസ് ഡാർക്ക് സ്മോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് കെയറും ജഡ്ജ്മെൻറ്റും ഒക്കെ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ആശയം എന്താണ്. ഇതുകൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇൻസിനറേറ്ററിൻ്റെ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ഇനി നമ്മുടെ ആൻസർ ഓപ്ഷൻ സിയിലോട്ട് പോവുകയാണ്. റെക്കമെൻഡ് എ പ്രൊസീജിയർ ഫോർ വേസ്റ്റ് സെപ്പറേഷൻ. വേസ്റ്റ് സെപ്പറേഷൻ്റെ പ്രൊസീജിയർ റെക്കമെൻഡ് ചെയ്യുകയാണോ? ഇന്നതൊക്കെ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒന്നും ഇവിടെ പറയുന്നില്ല. വേസ്റ്റ് സെപ്പറേറ്റിന് ആകെപ്പാട് പറഞ്ഞത് എന്താണ്? ഓപ്പറേറ്റർ ഇത് ചെയ്യരുത് എന്നുള്ള കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ദാറ്റ് ദ ഓപ്പറേറ്റർ സോർട്സ് ആൻഡ് മിക്സസ് ദ വേസ്റ്റ് പ്രയർ ടു ദ ഇൻസിനറേഷൻ ആസ് ദിസ് പൊട്ടൻഷ്യലി ഹസാർഡിയസ്. ഇവിടെ വേസ്റ്റ് സെപ്പറേഷനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. ഇങ്ങനെ ഓപ്പറേറ്റർ വേസ്റ്റ് സെപ്പറേഷൻ പ്രയർ ടു ദ ഇൻസിനറേഷന് മുമ്പായിട്ട് ഇത് ചെയ്യരുത് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ ഒരു പ്രൊസീജിയറായിട്ടൊന്നും ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആൻസർ ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ഗീവ് ഗൈഡൻസ് ഓൺ സർട്ടൺ സേഫ്റ്റി പ്രൊസീജിയർ. ചില സേഫ്റ്റി പ്രൊസീജിയേഴ്സിന് ഗൈഡൻസ് നൽകുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് അതും കാണാൻ പറ്റുന്നില്ല. അപ്പം ബിയും എലിമിനേറ്റ് ചെയ്തു. ഹെൽപ്പ് മാക്സിമൈസ് ഇറ്റ്സ് എഫിഷ്യൻസി. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻസിനറേറ്ററിൻ്റെ എഫിഷ്യൻസി എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്, അല്ലേ? ത്രൂ ഔട്ട് ദ പാരഗ്രാഫ് നമ്മൾ കാണുന്നത് എന്താണ്? അത് എങ്ങനെ ചെയ്താലാണ് ഈ ഇൻസിനറേറ്ററിൻ്റെ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് സെൻറ്റൻസിൽ തന്നെ ആൻസർ ഉണ്ട്. മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് സച്ച് ആസ് പ്ലാസ്റ്റിക്, പേപ്പർ, കാർഡ് ആൻഡ് ഡ്രൈ ടെക്സ്റ്റൈൽ വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ എന്നുള്ളതാണ് ഹെൽപ്പ് മാക്സിമൈസ് ഇറ്റ്സ് എഫിഷ്യൻസി എന്ന് പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പേർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.